+1 മലയാളത്തിലെ ആദ്യത്തെ പാഠഭാഗം ബാലചന്ദ്രൻ ചുള്ളിക്കാട് എഴുതിയ സന്ദർശനം എന്ന കവിതയാണ്. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ മലയാള സാഹിത്യത്തിൽ വളരെ സമ്പന്നമായ ഒരു സാഹിത്യശാഖയാണ് കവിതയുടേത്. പ്രാചീന കവിത്രയത്തിൽ അതല്ലെങ്കിൽ അതിനു മുമ്പ് രാമചരിതത്തിലും കണ്ണശ്രാമായണത്തിലും തുടങ്ങി പിന്നീട് എഴുത്തച്ഛനിലൂടെയും പ്രാചീന കവിത്രയത്തിലെ മറ്റ് ചെറുശ്ശേരിയിലൂടെയും കുഞ്ചൻ നമ്പ്യാരിലൂടെയും ഒക്കെ വികസിച്ചു വരുന്ന ആ കാവ്യശാഖ പിന്നീട് ആശാനും വള്ളത്തോളും ഉള്ളൂരും എല്ലാം വളരെ വ്യത്യസ്തമാക്കി തീർത്ത് പിന്നീട് ആധുനിക കവികളിലൂടെ, ആധുനിക സാഹിത്യത്തിലെ കവികളിലൂടെ ഇപ്പോൾ ഏറ്റവും പുതിയതായി ഒരുപാട് ആനുകാലികങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന, സജീവമായി എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് കവികളിലൂടെ മലയാളത്തിൻ്റെ ആ സമ്പന്നമായ കാവ്യ പാരമ്പര്യം തുടർന്നു പോരുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അപ്പം അങ്ങനെ ഒരു പാരമ്പര്യം മലയാളത്തിൽ യഥാർത്ഥത്തിൽ പ്രണയാവിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ടും ഉണ്ടായിട്ടുണ്ട്. വ്യത്യസ്തമായി ആശാനിൽ ഒക്കെ ഉണ്ടായിരുന്ന ആ പാരമ്പര്യത്തെ പിന്നീട് അതീവ വൈയക്തികമായ ഒരു തീവ്ര കാൽപ്പനികതയുടെ അനുഭവമാക്കി മാറ്റുന്നത് മലയാളത്തിൽ നമുക്കറിയാം ചങ്ങമ്പുഴയും ഇടപ്പള്ളിയുമൊക്കെയാണ്. അവർ നെഞ്ചേറ്റിയ ഒരു കാവ്യാനുഭവത്തെ പിന്നീട് ആധുനികതയിൽ അയ്യപ്പ പണിക്കരും സച്ചിദാനന്ദനുമെല്ലാം അയ്യപ്പ പണിക്കരുടെ പകലുകൾ രാത്രികളിൽ സച്ചിദാനന്ദൻ്റെ ആത്മഗീതയിലെയും ഒക്കെ വരികൾ അത്തരത്തിൽ പിന്തുടർന്നു പോരുന്നുണ്ട്. പിന്നീട് മലയാളത്തിൽ പ്രണയത്തെ വളരെ വിശാലമായി അവതരിപ്പിച്ച കവിതകളാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റേത്. നമുക്കറിയാവുന്ന ധാരാളം കവിതകൾ പ്രണയത്തിൻ്റേതെയും പ്രണയ നഷ്ടത്തിൻ്റേതുമായി ചുള്ളിക്കാട് എഴുതിയിട്ടുണ്ട്. ആനന്ദധാര, പോകൂ പ്രിയപ്പെട്ട പക്ഷി, സന്ദർശനം, ഇങ്ങനെ തുടങ്ങി ധാരാളം കവിതകൾ. വ്യർത്ഥമാസത്തിലെ കഷ്ടരാത്രി, എത്രയെത്ര കവിതകൾ. ക്യാമ്പസുകൾ നെഞ്ചേറ്റിയ അക്കാലത്തെ ക്ഷുഭിത യൗവനങ്ങൾ പാടിക്കൊണ്ടേയിരുന്ന കവിതകൾ. ചൂടാതെ പോയി നീ നിനക്കായി ഞാൻ ചോരചാറി ചുവപ്പിച്ചൊരൻ പനീർ പൂവുകൾ. കാണാതെ പോയി നീ നിനക്കായി ഞാൻ എൻ്റെ പ്രാണൻ്റെ പിന്നിൽ കുറിച്ചിട്ട വാക്കുകൾ. ഒന്ന് തൊടാതെ പോയി വിരൽ തുമ്പിനാൽ എന്നും നിനക്കായി തുടിക്കുമെൻ തന്ത്രികൾ എന്നെല്ലാം എഴുതുന്ന ചുള്ളിക്കാട് ആരോ വരാനായി തുറന്നു വെക്കാറുണ്ട് വാതിൽ, വരികില്ലൊരിക്കലുമെങ്കിലും എന്നെഴുതുന്ന ചുള്ളിക്കാട് ഇരുളുമോർമ്മ തൻ സീമയിൽ ചുംബിക്കും ഇരു സമാന്തര രേഖകളല്ലി നാം, ഒരു വിലപ്പെട്ട ജന്മം മുഴുവൻ വെറുമൊരു വാക്കിനക്കരെ ഇക്കരെ കടവു തോണി കിട്ടാതെ നിൽക്കുന്നവർ എന്നെഴുതുന്ന ചുള്ളിക്കാട്. ഇങ്ങനെ പ്രണയത്തിൻ്റെ, പ്രണയനഷ്ടത്തിൻ്റെ നിറഭേദങ്ങളെ, വർണ്ണക്കുട്ടുകളെ ചാലിച്ചെഴുതിയ ഒരു കവിയാണ് മലയാളത്തിൽ ചുള്ളിക്കാട്. അത്തരത്തിൽ എണ്ണപ്പെടാൻ കഴിയുന്ന, പ്രണയത്തിൻ്റെ വകഭേദങ്ങൾ സൂചിപ്പിക്കുന്ന ഒരു കവിതയാണ് സന്ദർശനവും. സന്ദർശനം എന്ന പേരിൽ പുതിയ കാലത്ത് വീരാൻകുട്ടി മാഷ്, കവി വീരാൻകുട്ടിയും ഒരു കവിത എഴുതിയിട്ടുണ്ട്. അതിലും വിഷയം, ആവിഷ്കാരം പ്രണയം തന്നെയാണ്. ചുള്ളിക്കാടിൻ്റെ സന്ദർശനം പ്രണയനഷ്ടങ്ങളുടെ മഹാപറുദീസയിലേക്ക് വലിയ തരത്തിൽ ആലോചനകളെ കൊണ്ടുപോയ ഒരു കവിതയാണ്. നമുക്കാദ്യമായി ആ കവിതയുടെ വിശകലനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ കവിത വളരെ കാവ്യാത്മകമായി നമ്മുടെ പ്രിയപ്പെട്ട വേണുഗോപാൽ സാറ്, ജി വേണുഗോപാൽ ആലപിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ മധുരമായ ആലാപനത്തിലൂടെ
നമുക്ക് ആ കവിതയെ ഒന്ന് കേൾക്കാം. അധിക നേരമായി സന്ദർശകർക്കുള്ള മുറിയിൽ മൗനം കുടിച്ചിരിക്കുന്നു നാം. അധിക നേരമായി സന്ദർശകർക്കുള്ള മുറിയിൽ മൗനം കുടിച്ചിരിക്കുന്നു നാം. ജനലിനപ്പുറം ജീവിതം പോലെ പകൽ വെളിച്ചം പൊലിഞ്ഞു പോകുന്നതും ചിറകു പൂട്ടുവാൻ കൂട്ടിലേക്കോർമതൻ കിളികളൊക്കെ പറന്നു പോകുന്നതും. ചിറകു പൂട്ടുവാൻ കൂട്ടിലേക്കോർമതൻ കിളികളൊക്കെ പറന്നു പോകുന്നതും. ഒരു നിമിഷം മറന്നു പരസ്പരം മിഴികളിൽ നമ്മൾ നഷ്ടപ്പെടുന്നുവോ. മുറുകിയോ നെഞ്ചിടിപ്പിൻ്റെ താളവും നിറയെ സംഗീതമുള്ള നിശ്വാസവും. മുറുകിയോ നെഞ്ചിടിപ്പിൻ്റെ താളവും നിറയെ സംഗീതമുള്ള നിശ്വാസവും. പറയുവാനുണ്ട് പൊൻചെമ്പകം പൂത്ത കരളുപണ്ടേ കരിഞ്ഞു പോയെങ്കിലും. കറ പിടിച്ചൊരൻ ചുണ്ടിൽ തുളുമ്പുവാൻ കവിത പോലും വരണ്ടു പോയെങ്കിലും. ചിറകു നീർത്തുവാനാവാതെ തൊണ്ടയിൽ പിടയുകയാണൊരേകാന്തരോദനം. സ്മരണ തൻ ദൂരസാഗരം തേടിയൻ ഹൃദയരേഖകൾ നീളുന്നു പിന്നെയും. കനകമൈലാഞ്ചി നീരിൽ തുടുത്ത നിൻ വിരൽ തൊടുമ്പോൾ കിനാവ് ചുരന്നതും. നെടിയ കണ്ണിലെ കൃഷ്ണകാന്തങ്ങൾ തൻ കിരണമേറ്റെൻ്റെ ചില്ലകൾ പൂത്തതും. മറവിയിൽ മാഞ്ഞു പോയ കുങ്കുമത്തരി പുരണ്ട ചിദംബര സന്ധ്യകൾ. മരണവേഗത്തിലോടുന്ന വണ്ടികൾ, നഗരവീഥികൾ, നിത്യപ്രയാണങ്ങൾ, മദിരയിൽ മനം മുങ്ങി മരിക്കുന്ന നരകരാത്രികൾ, സത്രച്ചുമരുകൾ. മരണവേഗത്തിലോടുന്ന വണ്ടികൾ, നഗരവീഥികൾ, നിത്യപ്രയാണങ്ങൾ,
മദിരയിൽ മനം മുങ്ങി മരിക്കുന്ന നരകരാത്രികൾ സത്രച്ചുമരുകൾ ചില നിമിഷത്തിലേകാകിയാം പ്രാണൻ നലയുമാർത്തനായി ഭൂതായനങ്ങളിൽ ഇരുളിലപ്പോഴുദിക്കുന്നു നിൻമുഖം കരുണമാം ജനനാന്തര സാന്ത്വനം ഇരുളിലപ്പോഴുദിക്കുന്നു നിൻമുഖം കരുണമാം ജനനാന്തര സാന്ത്വനം നിറമിഴി നീരിൽ മുങ്ങും തുളസി തൻ കതിരുപോലുടൻ ശുദ്ധനാകുന്നു ഞാൻ നിറമിഴി നീരിൽ മുങ്ങും തുളസി തൻ കതിരുപോലുടൻ ശുദ്ധനാകുന്നു ഞാൻ അരുതു ചൊല്ലുവാൻ നന്ദി കരച്ചിലിൻ അഴിമുഖം നമ്മൾ കാണാതിരിക്കുക സമയമാകുന്നു പോകുവാൻ രാത്രി തൻ നിഴലുകൾ നമ്മൾ പണ്ടേ പിരിഞ്ഞവർ സമയമാകുന്നു പോകുവാൻ രാത്രി തൻ നിഴലുകൾ നമ്മൾ പണ്ടേ പിരിഞ്ഞവർ. നമ്മൾ ജി വേണുഗോപാലിൻ്റെ മധുരമായ ശബ്ദത്തിലൂടെ കാവ്യാത്മകമായ ആലാപനത്തിലൂടെ സന്ദർശനം എന്ന കവിത കേട്ടുകഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കവി ചുള്ളിക്കാട് തന്നെ ഈ കവിത ആലപിച്ചിട്ടുള്ളത് യൂട്യൂബിൽ ലഭ്യമാണ്. മറ്റ് പലരും ഈ കവിത ആലപിച്ചിട്ടുണ്ട്. ഞാനതെല്ലാം വീഡിയോക്കകത്ത് ഉൾക്കൊള്ളിക്കുന്നില്ല. അതൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിനകത്ത് സന്ദർശനം എന്ന് സെർച്ച് ചെയ്താൽ അത്തരത്തിലുള്ള ധാരാളം ആലാപനങ്ങൾ കേൾക്കാൻ വേണ്ടി കഴിയും. ഞാനതിലേറ്റവും എനിക്ക് ഇഷ്ടമായി തോന്നിയ ഒരു ആലാപനമെടുത്ത് പ്ലേ ചെയ്തു എന്നേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ പേരിൽ തന്നെ പ്രണയം വിഷയമാക്കിക്കൊണ്ട് തന്നെ പുതിയ കാലത്തെ മലയാളത്തിൻ്റെ കവി വീരാൻകുട്ടിയും സന്ദർശനം എന്ന പേരിൽ കവിത എഴുതിയിട്ടുണ്ട്. ആ കവിത ഇങ്ങനെയാണ്: വെള്ളത്തിൽ വെയിലെന്ന പോലെ നീ എന്നിൽ പ്രവേശിച്ചു, ഇലയിൽ നിന്ന് മഞ്ഞെന്ന പോലെ തിരിച്ചു പോവുകയും ചെയ്തു. എന്നാലും നന്ദിയുണ്ട് നിന്നോട്, ഈ കെട്ടിക്കിടപ്പിനെ കുറഞ്ഞ നേരത്തേക്ക് നീ സ്ഫടികമെന്ന് തോന്നിച്ചു. ഇങ്ങനെ പ്രണയത്തെ വ്യത്യസ്തമായി മലയാളത്തിൽ കവികളും കലാകാരന്മാരുമെല്ലാം ആവിഷ്കരിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി ജി ശങ്കരക്കുറുപ്പും ഏറെ പ്രിയപ്പെട്ട കഥാകാരിയായിരുന്ന മാധവിക്കുട്ടിയുമെല്ലാം പ്രണയത്തെ വളരെ വ്യത്യസ്തമായി അവരുടെ കൃതികളിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. ജി ശങ്കരക്കുറുപ്പ് അദ്ദേഹത്തിൻ്റെ ഹിമബിന്ദു എന്ന കവിതയിൽ അദ്ദേഹം എഴുതുന്നു, നോക്കൂ, എത്രമേൽ ക്ഷണികമാണെങ്കിലും എൻ ജന്മത്തിൽ ഇത്രയും നിൻ സൗന്ദര്യം പകർത്താൻ കഴിയുകയാൽ ചരിതാർത്ഥമാണതു സാഫല്യത്തിൻ്റെതാമീ അരിയ നിമിഷത്തിൽ നിന്നിൽ ഞാൻ മറഞ്ഞാവൂ എന്ന് ഹിമബിന്ദുവിൽ ജി എഴുതുന്നു. മാധവിക്കുട്ടി എഴുതുന്നുണ്ട്, അവസാന നാളുകളിലെ ഓർമ്മ സ്നേഹത്തിൻ്റേതായിരിക്കും. സ്നേഹം നഷ്ടപ്പെട്ട ജീവിതങ്ങൾ ഇലയും ശിഖരവും നഷ്ടപ്പെട്ട മരങ്ങൾ മാത്രമാണ് എന്ന് മാധവിക്കുട്ടി എഴുതുന്നു. ഇങ്ങനെ പ്രണയത്തെ വളരെ വ്യത്യസ്തമായാണ് മലയാളത്തിൽ എഴുത്തുകാർ ആവിഷ്കരിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു വളരെ വ്യത്യസ്തമായ ആവിഷ്കരണമാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാട് അദ്ദേഹത്തിൻ്റെ സന്ദർശനം എന്ന കവിതയ്ക്കകത്തും സൂചിപ്പിക്കുന്നത്. നമ്മൾ സന്ദർശനം എന്ന കവിതയുടെ ആലാപനം കേട്ട് കഴിഞ്ഞു.
നമുക്ക് ആ വരികളിലെ ആശയത്തെ അടുത്തതായി ചർച്ച ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണ് കവിത തുടങ്ങുന്നത്? നോക്കൂ, ചുള്ളിക്കാട് എഴുതുന്നു. കവിത തുടങ്ങുന്നത് ഇങ്ങനെയാണ്: അധിക നേരമായി സന്ദർശകർക്കുള്ള മുറിയിൽ മൗനം കുടിച്ചിരിക്കുന്നു നാം. അധിക നേരമായി സന്ദർശകർക്കുള്ള മുറിയിൽ മൗനം കുടിച്ചിരിക്കുന്നു നാം. കവിതയുടെ തുടക്കത്തിൽ തന്നെ കവി പ്രഖ്യാപിക്കുന്നു, ഇവിടെ നാം ഉണ്ട്. നാം എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ആളുകളുണ്ട്, നമ്മളുണ്ട്, ഞാനും നീയുമുണ്ട്. അങ്ങനെയാണ്, ഞാനും നീയുമുണ്ട്, നമ്മളുണ്ട്, നാമുണ്ട്. അപ്പോൾ നമ്മൾ കുറേ നേരമായി സന്ദർശകർക്കുള്ള മുറിയിൽ മൗനം കുടിച്ചിരിക്കുകയാണ്. അത്രമേൽ തീക്ഷ്ണമായ പ്രണയത്തിൽ വാക്കുകളെല്ലാം അസംബന്ധമാകും എന്നതുകൊണ്ടാണ് ഇവിടെ കവി മൗനം കുടിച്ചിരിക്കുന്നു എന്ന് പ്രയോഗിക്കുന്നത്. നോക്കൂ, മൗനം കുടിച്ചിരിക്കുന്നു എന്ന പ്രയോഗം ആ ഞാനും നീയും, അല്ലെങ്കിൽ അവിടെ ആ സന്ദർശക മുറിയിൽ ഇരിക്കുന്ന രണ്ട് പ്രണയിതാക്കൾക്കിടയിലുള്ള ഗൂഢമായ നിശബ്ദതയെ സൂചിപ്പിക്കുന്നതോടൊപ്പം തന്നെ വേറൊരു കാര്യം കൂടി അതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കണം. സാധാരണ സന്ദർശക മുറിയിൽ, നമ്മുടെ വീട്ടിലൊക്കെ സന്ദർശക മുറിയിൽ അതിഥികൾ വരുമ്പോൾ നമ്മൾ അവർക്ക് കുടിക്കാൻ വ്യത്യസ്ത പാനീയങ്ങൾ കൊടുക്കാറുണ്ട്. അങ്ങനെ പാനീയങ്ങൾ കൊടുക്കുന്ന ഒരു സ്വഭാവത്തെ കൂടി സന്ദർശക മുറിയിലിരുന്ന് നിശബ്ദമായി ഇരിക്കുന്ന രണ്ടു പേർക്കിടയിൽ മൗനം കുടിച്ചിരിക്കുന്നു എന്ന പ്രയോഗം അർത്ഥമാക്കുന്നുണ്ട്. അപ്പോൾ ആ രണ്ട് വരിയെപ്പോലും എത്രത്തോളം വ്യാഖ്യാന സാധ്യതയുള്ളതാണ്, ആശയ പ്രകടന ശേഷിയുള്ള വരികളാക്കി മാറ്റാൻ ചുള്ളിക്കാടിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് നോക്കൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കുറേ സമയമായി സന്ദർശകർക്കുള്ള മുറിയിൽ മൗനം കുടിച്ചിരിക്കുകയാണ് നമ്മൾ. എന്നിട്ട് കവി പിന്നീട് പറയുന്നു, ജനലിനപ്പുറം ജീവിതം പോലെ ഈ പകൽ വെളിച്ചം പൊലിഞ്ഞു പോകുന്നതും, ചിറകു പൂട്ടുവാൻ കൂട്ടിലേക്കോർമ്മ തൻ കിളികളൊക്കെ പറന്നു പോകുന്നതും, ഒരു നിമിഷം മറന്നു പരസ്പരം മിഴികളിൽ നമ്മൾ നഷ്ടപ്പെടുന്നുവോ. ജനലിനപ്പുറം ജീവിതം പോലെ പകൽ വെളിച്ചം പൊലിഞ്ഞു പോകുന്നതും, ജനലിൻ്റെ അപ്പുറം ജീവിതം പോലെ പകൽ വെളിച്ചം പൊലിഞ്ഞു പോകുന്നു. അവരിയ്ക്കുന്ന സന്ദർശക മുറിയുടെ പുറത്ത്, ജനലിന് പുറത്ത് പകൽ വെളിച്ചം പൊലിഞ്ഞു പോകുന്നുണ്ട്. എന്തുണ്ട്? പുറത്ത് പ്രകൃതി പകല് മാറി ഇരുട്ടാവുന്നുണ്ട്, സന്ധ്യയാകുന്നുണ്ട്. അകത്ത്, സന്ദർശക മുറിയുടെ അകത്ത് അവരുടെ ജീവിതവും പൊലിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ജീവിതവും പ്രണയ ജീവിതവും അവസാനിക്കാൻ പോവുകയാണ്. നോക്കൂ, പ്രകൃതിയിലെ ഒരു സാധാരണ മാറ്റത്തെ ഇവിടെ മനുഷ്യാവസ്ഥയുമായി കൂട്ടിക്കെട്ടുകയാണ് കവി ചെയ്യുന്നത്. ജനലിൻ്റെ അപ്പുറത്ത് പകൽ പൊലിഞ്ഞ് സന്ധ്യയാകുന്നു, ജനലിൻ്റെ ഇപ്പുറത്ത് സന്ദർശക മുറിയിൽ ഇവരുടെ ജീവിതത്തിൻ്റെ വെളിച്ചം പോയി ഇരുട്ടാകുന്നു. അവരുടെ പ്രണയ ജീവിതത്തിന് അവസാനമാകുന്നു. ജനലിനപ്പുറം ജീവിതം പോലെ ഈ പകൽ വെളിച്ചം പൊലിഞ്ഞു പോകുന്നതും, ചിറകു പൂട്ടുവാൻ കൂട്ടിലേക്ക് ഓർമ്മ തൻ കിളികളൊക്കെ പറന്നു പോകുന്നതും. അടുത്ത സന്ധ്യയാകുന്നതിൻ്റെ അടുത്ത സൂചനയാണ് കൂട്ടിലേക്ക് കിളികളൊക്കെ പറന്നു പോകുന്നു. കൂട്ടിലേക്ക് കിളികളൊക്കെ പറന്നു പോകുമ്പോൾ ചിറക് പൂട്ടുവാൻ കൂട്ടിലേക്ക് ഓർമ്മ തൻ കിളികളൊക്കെ പറന്നു പോകുന്നതും. സന്ധ്യാകാശത്തിൽ നമ്മൾ കാണുന്ന സാധാരണ കാഴ്ചയാണ് സന്ധ്യാകാശത്തിലൂടെ പറന്നു പോയിക്കൊണ്ടിരിക്കുന്ന കിളികൾ. അങ്ങനെയൊരു കിളിക്കൂട്ടം, ഓർമ്മകളുടെ കിളിക്കൂട്ടം ഇവരുടെ മനസ്സിലേക്ക് കുതിച്ചു കയറുമ്പോഴും ഇതെല്ലാം മറന്നുകൊണ്ട്, അതായത് ഇവരുടെ ഓർമ്മകളിലേക്ക് സന്ധ്യാകാശത്തിലെ കിളികൾ പോലെ ഓർമ്മകൾ തിരിച്ചു വരുമ്പോഴും, അവരിരിക്കുന്ന മുറിയുടെ പുറത്ത് പകല് പോയി രാത്രിയാകുന്നു, വെളിച്ചം പോയി ഇരുട്ടാകുമ്പോഴും, അവരുടെ ജീവിതവും അതേപോലെ ആകുമ്പോഴും ഇതെല്ലാം മറന്നുകൊണ്ട് ഒരു നിമിഷം മറന്ന് പരസ്പരം മിഴികളിൽ നമ്മൾ നഷ്ടപ്പെടുന്നുവോ
എന്ന് കവി ചോദിക്കുന്നു. പ്രണയത്തിൻ്റെ വലിയൊരു സാധ്യതയാണ് കണ്ണിൽ നോക്കിയിരിക്കുമ്പോൾ ചുറ്റുമുള്ളതെല്ലാം മറക്കുക എന്നുള്ളത്. മലയാളത്തിലേറെ കൊട്ടിഘോഷിക്കപ്പെട്ടൊരു ഡയലോഗ് സാന്ദർഭികമായി നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടാകും. തട്ടത്തിൻ മറയത്ത് എന്ന സിനിമയിൽ നിവിൻ പോളിയുടെ കഥാപാത്രം പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലോ, അവൾ തട്ടമിട്ടാലുണ്ടല്ലോ സാറേ, പിന്നെ ചുറ്റുമുള്ളതൊന്നും കാണാൻ കഴിയില്ല. പ്രണയത്തിൻ്റെ ശക്തിയും സാധ്യതയുമാണത്. പരസ്പരം മിഴികളിൽ നോക്കിയിരിക്കുമ്പോൾ നമ്മൾ ചുറ്റുമുള്ളതെല്ലാം വിസ്മരിക്കും. കണ്ണിൽ നോക്കിയിരിക്കുന്ന കമിതാക്കൾക്കിടയിൽ ബാക്കി ലോകത്ത് നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും അപ്രസക്തമാണ്. അങ്ങനെയാണ് കണ്ണുമായി ബന്ധപ്പെട്ട ധാരാളം സിനിമാ ഗാനങ്ങൾ എല്ലാം ഈ പ്രണയ രീതിയിൽ ഉണ്ടാകുന്നത്. കവി പിന്നീട് ചോദിക്കുന്നു, നോക്കൂ, മുറുകിയോ നെഞ്ചടിപ്പിൻ്റെ താളവും നിറയെ സംഗീതമുള്ള നിശ്വാസവും. പ്രണയ ജീവിതത്തിൻ്റെ ഓർമ്മകളിലേക്ക്, ചിന്തകളിലേക്ക് നോക്കി പരസ്പരം കണ്ണിൽ നോക്കിയിരിക്കുമ്പോൾ ബാക്കിയുള്ളതെല്ലാം വിസ്മരിക്കുമ്പോൾ ആ ഓർമ്മകൾ നിൻ്റെ നെഞ്ചിടിപ്പിനെ മുറുക്കുന്നുണ്ടോ, നെഞ്ചിടിപ്പ് വർദ്ധിക്കുന്നുണ്ടോ? നമ്മളെപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമ്മർദ്ദഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് നമ്മുടെ നെഞ്ചിടിപ്പ് ഉയരുക. മുറുകിയോ നെഞ്ചിടിപ്പിൻ്റെ താളവും നിറയെ സംഗീതമുള്ള നിശ്വാസവും. നോക്കൂ, പ്രണയിതാവിൻ്റെ നിശ്വാസത്തിൻ്റെ താളക്രമത്തെപ്പോലും മനസ്സിലാകത്തക്ക തരത്തിൽ അത്രമേൽ ഹൃദ്യമാണ്, അത്രമേൽ ഗാഢമാണ് അവരുടെ ബന്ധം എന്ന് നമുക്ക് ഈ വരികളിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. പിന്നീട് കവി പറയുന്നത്, പറയുവാനുണ്ട് പൊൻചെമ്പകം പൂത്ത കരളുപണ്ടേ കരിഞ്ഞുപോയെങ്കിലും കറപിടിച്ചൊരൻ ചുണ്ടിൽ തുളുമ്പുവാൻ കവിത പോലും വരണ്ടുപോയെങ്കിലും ചിറകു നീർത്തുവാനാവാതെ തൊണ്ടയിൽ പിടയുകയാണ് ഒരേകാന്തരോദനം. പറയാനുണ്ട് പൊൻചെമ്പകം പൂത്ത കരള് പണ്ടേ കരിഞ്ഞുപോയെങ്കിലും. നോക്കൂ, ചെമ്പകം മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു പ്രണയരൂപകമാണ്. ചെമ്പകം എന്ന പുഷ്പം, ചെമ്പകത്തിൻ്റെ മണം. വലിയൊരു ചെമ്പകം ഒക്കെ ഉള്ള ഒരു സ്ഥലത്ത് ചെമ്പകം പൂക്കുന്ന സമയത്ത് ആ നാടിനാകെ ചെമ്പകത്തിൻ്റെ മണം ഉണ്ടാകും. ചെമ്പകം മലയാളികൾക്കേറെ പ്രിയപ്പെട്ട ഒരു പ്രണയരൂപകമാണ്. ആ പ്രണയരൂപകമാണ് പൊൻചെമ്പകം പൂത്ത കരൾ. അവരുടെ പ്രണയത്തിൻ്റെ വിശുദ്ധമായ കാലമാണ്. പ്രണയം പുത്തുലഞ്ഞു നിന്നിരുന്ന, പ്രണയം നല്ല സുഗന്ധം പൊഴിച്ചിരുന്നൊരു കാലത്ത് പറയുവാനുണ്ട് പൊൻചെമ്പകം പൂത്ത കരളു പണ്ടേ കരിഞ്ഞുപോയെങ്കിലും. ആ കരള് ഒരു കാലത്ത് പ്രണയം പുത്തുലഞ്ഞിരുന്ന, പ്രണയത്തിൻ്റെ സുഗന്ധം ആ നാടിലെ ആകെ പ്രസരിപ്പിച്ചിരുന്ന ആ കരൾ ഇപ്പോൾ കരിഞ്ഞു പോയിരിക്കുന്നു. എങ്ങനെയാണ് കരിഞ്ഞു പോയത്? പറയുന്നു പിന്നീടോ, കറ പിടിച്ചൊരൻ ചുണ്ടിൽ തുളുമ്പുവാൻ കവിത പോലും വരണ്ടുപോയെങ്കിലും. ഒരു കാലത്ത് അനുസ്യൂതമായി കവിത ഒഴുകിയിരുന്ന ആ ചുണ്ട് ഇപ്പോൾ കറ പിടിച്ച് വരണ്ടുപോയിരിക്കുന്നു. ലഹരിയാണ്. പ്രണയനഷ്ടം ജീവിത നഷ്ടം തന്നെയായി കണക്കാക്കുന്ന പ്രണയിതാവ് ലഹരിക്ക് അടിമപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതമാകെ താറുമാറായിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. എന്നിട്ട് കവി പറയുകയാണ്, ഇങ്ങനെയുള്ളൊരു കാലത്ത് തൊണ്ടയിൽ പിടയുകയാണ് ഒരു ഏകാന്തരോദനം. ചിറക് നിർത്താനാവാതെ തൊണ്ടയിൽ പിടയുകയാണ് ഒരു ഏകാന്തരോദനം എന്നാണ്. നോക്കൂ, തൊണ്ടയിൽ പിടയുന്ന ഏകാന്തരോദനം. രോദനം സങ്കടക്കരച്ചിലല്ലേ? ഏകാന്തമായ രോദനമോ ഒറ്റയ്ക്കായിപ്പോയി എന്നുള്ള സങ്കടക്കരച്ചിലാണ്. താൻ ഈ ലോകത്ത് ഒറ്റയ്ക്കായി പോയിരിക്കുന്നു. തന്നെ സ്നേഹിക്കാൻ, സ്നേഹിക്കപ്പെടാൻ താൻ അർഹനല്ല എന്നുള്ള സ്ഥിതി വന്നിരിക്കുന്നു. അങ്ങനെ ഒരു കാലത്ത് ജീവിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ഏകാന്തരോദനം വരുന്നത് തൊണ്ടയിൽ. പക്ഷേ ആ ഏകാന്തരോദനം തൊണ്ടയിൽ തന്നെ പിടഞ്ഞ് അവസാനിക്കുകയാണ്. അത് പുറത്തേക്ക് വരാനുള്ള ചിറക് നീർത്തുവാൻ ആ കരച്ചിലിന് കഴിയുന്നില്ല.
എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്കായി പോയി എന്നുള്ള മഹാകരച്ചിൽ നിശബ്ദമായാണ് പ്രണയിതാവ് നടത്തുന്നത്. അത് തൊണ്ടയിൽ നിന്ന് പുറത്തേക്ക് വരുന്നില്ല, ചിറക് നിർത്താൻ കഴിയുന്നില്ല. അപ്പോൾ പ്രണയം ഒത്തുലഞ്ഞിരുന്നൊരു കാലത്ത്, പ്രണയം സുഗന്ധം പൊഴിച്ചിരുന്നൊരു കാലത്തെ കരൾ ഇപ്പോൾ കരിഞ്ഞു പോയിരിക്കുന്നു. കവിത അനുസ്യൂതമായി തുടർച്ചയായി ഒഴുകിക്കൊണ്ടിരുന്ന ചുണ്ട് കറ പിടിച്ച് വരണ്ടുപോയിരിക്കുന്നു. ഒറ്റയ്ക്കായിപ്പോയി എന്നുള്ള സങ്കടക്കരച്ചിൽ തൊണ്ടയിൽ എപ്പോഴും രൂപപ്പെടുന്നുണ്ടെങ്കിലും അത് പുറത്തേക്ക് വരാൻ ശക്തിയില്ലാതെ അയാളുടെ ജീവിതം തകർന്നു പോയിരിക്കുന്നു. അങ്ങനെ ഒരു വല്ലാത്ത തകർച്ചയുടെ ചിത്രമാണ് ഈ കവിത, ഈ വരികൾ നമുക്ക് തരുന്നത്. പിന്നീട് കവി പറയുന്നത്, സ്മരണതൻ ദൂരസാഗരം തേടിയൻ ഹൃദയരേഖകൾ നീളുന്നു പിന്നെയും. അപ്പോഴും ഈ പ്രണയത്തകർച്ചയുടെ ഘട്ടത്തിലും സ്മരണതൻ ദൂരസാഗരം തേടിയൻ ഹൃദയരേഖകൾ നീളുന്നു പിന്നെയും. ഓർമ്മകൾ, പ്രണയം പൂത്തുലഞ്ഞിരുന്ന സുഗന്ധം പൊഴിച്ചിരുന്ന കാലത്തേക്കുള്ള ഓർമ്മകൾ, ആ ഓർമ്മകളുടെ ദൂരസാഗരത്തിലേക്ക് അദ്ദേഹത്തെ വീണ്ടും കൊണ്ടു ചെന്നെത്തിക്കുന്നുണ്ട് കാലം. ഓർമ്മകളിലൂടെ ആ പ്രണയത്തിൻ്റെ വസന്തകാലത്തിലേക്ക് അദ്ദേഹം തിരികെ നടക്കുകയാണ്. കനകമൈലാഞ്ചി നീരിൽ തുടുത്ത നിൻ വിരൽ തൊടുമ്പോൾ കിനാവ് ചുരന്നതും, അതാണ് ആ പ്രണയകാലത്തിൻ്റെ വസന്തം എന്ന് പറയുന്നത്. കനകമൈലാഞ്ചി നീരിൽ തുടുത്ത നിൻ വിരൽ തൊടുമ്പോൾ കിനാവ് ചുരന്നതും. നോക്കൂ, കനകമൈലാഞ്ചിയുടെ നീരിൽ തുടുത്ത വിരൽ, അവിടെ വിരലിൻ്റെ തുടിപ്പ്, വെളുത്ത തുടുത്ത വിരൽ നമ്മുടെ ഒരു സൗന്ദര്യ ലക്ഷണങ്ങളാണ്. കനകമൈലാഞ്ചി നീര്, മൈലാഞ്ചിയുടെ നിറം ചുവപ്പാണ്, പ്രണയത്തിൻ്റെ നിറവും ചുവപ്പാണ്. അപ്പോൾ കനകമൈലാഞ്ചി നീരിൽ തുടുത്ത മൈലാഞ്ചിയിട്ട, ചുവന്ന മൈലാഞ്ചിയിട്ട, ചുവന്ന നിറമുള്ള തുടുത്ത വിരൽ കൊണ്ട് നീ തൊടുമ്പോൾ കിനാവ് ചുരന്നിരുന്നു. എന്താണ് കിനാവ്? തങ്ങളുടെ വരാൻ പോകുന്ന ഭാവി ജീവിതത്തെക്കുറിച്ചുള്ള കിനാവ്. നോക്കൂ, പ്രണയിതാവ് വിരൽ തൊടുമ്പോൾ, വിരൽ കൊണ്ടൊന്ന് സ്പർശിക്കുമ്പോൾ തങ്ങൾ ഇരുവരും ചേർന്ന് നയിക്കേണ്ടുന്ന ഭാവി ജീവിതത്തിൻ്റെ വലിയ കിനാവുകളിലേക്ക് പ്രണയത്തിൻ്റെ നിറമായ ചുവപ്പ്, മൈലാഞ്ചിയിട്ട ചുവന്ന തുടുത്ത വിരൽ കൊണ്ട് നീ തൊടുമ്പോൾ എനിക്കുണ്ടായിരുന്നു എന്ന് കവി പറയുന്നു. കനകമൈലാഞ്ചി നീരിൽ തുടുത്ത നിൻ വിരൽ തൊടുമ്പോൾ കിനാവ് ചുരന്നതും, നെടിയ കണ്ണിലെ കൃഷ്ണകാന്തങ്ങൾ തൻ കിരണമേറ്റിൻ്റെ ചില്ലകൾ പൂത്തതും. പിന്നെയോ, നെടിയ കണ്ണിലെ, മനോഹരമായ കണ്ണിലെ കൃഷ്ണകാന്തങ്ങളേറ്റ്, കൃഷ്ണമണിയെ ഇവിടെ കാന്തത്തോട് ഉപമിച്ചിരിക്കുന്നു. ആ മനോഹരമായ വിടർന്ന കണ്ണിലെ ഏറെ ആകർഷക ശക്തിയുള്ള ഒന്നാണ് പ്രണയിതാവിൻ്റെ ഒരു നോട്ടം. കൃഷ്ണമണി, കൃഷ്ണകാന്തം നോട്ടം, കിരണമേറ്റൻ്റെ ചില്ലകൾ പൂത്തതും. നോക്കൂ, മരം പൂക്കണമെങ്കിൽ അവിടേക്ക് സൂര്യരശ്മികൾ ഉണ്ടാകണം. ഇവിടെ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ചില്ലകൾ പൂക്കുന്നത് എപ്പോഴാണ്? പ്രണയിതാവ് കാന്തശക്തിയാലുള്ള നോട്ടം അയാളിലേക്ക് നടത്തുമ്പോഴാണ്. പ്രണയിതാവിൻ്റെ നോട്ടമാണ് ഇവിടെ ജീവിതത്തിൻ്റെ ചില്ലകൾ വീണ്ടും തളിർപ്പിക്കുന്നത്. എങ്ങനെയാണോ പ്രകൃതിയിൽ ഒരു മരത്തെ സൂര്യരശ്മികൾ തളിർത്തു കൊണ്ടുവരുന്നത്, അതുപോലെയാണ് ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തെ കവി ഇത്തരത്തിൽ വളർത്തുന്നത്. മറവിയിൽ മാഞ്ഞുപോയ നിൻ കുങ്കുമത്തരി പുരണ്ട ചിദംബര സന്ധ്യകൾ എന്നാണ് കവി പിന്നീട് പറയുന്നത്. നോക്കൂ, മറവിയിൽ മാഞ്ഞുപോയ കുങ്കുമത്തരി പുരണ്ട ചിദംബര സന്ധ്യകൾ എല്ലാം വീണ്ടും വീണ്ടും സ്മരിക്കാനുള്ള സന്ധ്യകളായി മാറിക്കഴിഞ്ഞു. കുങ്കുമ തരി പുരണ്ട ചിദംബര സന്ധ്യകൾ. സന്ധ്യാകാശത്തിൻ്റെ നിറം കുങ്കുമമാണെന്ന് നമുക്കറിയാം. ഇവിടെ അങ്ങനെയൊരു സന്ധ്യാകാശത്തെ, വേർപിരിയലിനെ, വിടപറയലിനെ സൂചിപ്പിക്കുന്നതോടൊപ്പം തന്നെ കുങ്കുമത്തരി എന്നുള്ളത് നമുക്ക് ദാമ്പത്യത്തിൻ്റെ ചിഹ്നമായി
നമ്മൾ നെറ്റിയിൽ രേഖപ്പെടുത്താറുള്ള സിന്ദൂരരേഖയുടെ നിറമായി കൂടി നമുക്കതിനെ സൂചിപ്പിക്കാം. ഇപ്പോൾ കുങ്കുമത്തരി പുരണ്ട ചിദംബര സന്ധ്യകളായി ആ സിന്ദൂരരേഖയുടെ ദാമ്പത്യബന്ധം അവസാനിക്കുന്നു എന്നാണ് കാണാൻ കഴിയുക. പിന്നീട് പ്രണയത്തിൻ്റെ ഈ മനോഹരമായ സങ്കല്പങ്ങളിൽ നിന്ന് കവിത അതിൻ്റെ ഭാവത്തെ മാറ്റി തീർക്കുന്നതാണ് രണ്ടാമതായി നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. പ്രണയനഷ്ടം ആഖ്യാതാവിനെ വലിയ ജീവിത നഷ്ടത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു. ഇനി അങ്ങോട്ട് ജീവിതത്തിൻ്റെ വലിയൊരു തകർച്ചയിൽ അണ്ടുപോയ ആഖ്യാതാവിനെയാണ് നമുക്ക് കാണാൻ കഴിയുക. അദ്ദേഹം ഇപ്പോൾ ജീവിക്കുന്നത് എവിടെയാണ്? കവി പറയുന്നു, നോക്കൂ, മരണവേഗത്തിലോടുന്ന വണ്ടികൾ, നഗരവീഥികൾ നിത്യപ്രയാണങ്ങൾ, മതിരയിൽ മനം മുങ്ങി മരിക്കുന്ന നരകരാത്രികൾ സത്രച്ചുമരുകൾ. മരണവേഗത്തിലോടുന്ന വണ്ടികൾ, നഗരവീഥികൾ നിത്യപ്രയാണങ്ങൾ. മരണവേഗതയിൽ, അതിവേഗതയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന നഗരവീഥികൾ, നഗരത്തിലെ വഴികൾ, നഗരത്തിലെ റോഡുകളിലാണ് അദ്ദേഹം ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മരണവേഗത്തിൽ വണ്ടികൾ ഓടിക്കൊണ്ടേയിരിക്കുന്ന റോഡിലൂടെ അശ്രദ്ധനായി നടക്കുന്ന ഒരാളാണ് പുതിയ കാലത്ത്, പ്രണയത്തകർച്ചയുടെ കാലത്ത് കവിതയിൽ ആഖ്യാതാവ്. പിന്നീട് കവി പറയുന്നു, മതിരയിൽ മനം മുങ്ങി മരിക്കുന്ന നരകരാത്രികൾ സത്രച്ചുമരുകൾ. നരകരാത്രികളാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ രാത്രികളെല്ലാം. എങ്ങനെയുള്ള നരകരാത്രികൾ? മതിരയിൽ മനം മുങ്ങി മരിക്കുന്ന, മനസ്സാകെ മതിരയിൽ, സ്ത്രീയിലും ലഹരിയിലും ഒക്കെ മുങ്ങി മരിക്കുന്ന, അത്രത്തോളം അതിലേക്ക് ആഴ്ത്തിറക്കപ്പെട്ടിട്ടുള്ള, ജീവിതം വലിച്ചെറിയപ്പെട്ടൊരവസ്ഥയിലാണ് നരകരാത്രികളിൽ അദ്ദേഹം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അത് ജീവിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വീട്ടിലല്ല, പിന്നെയോ സത്രച്ചുമരുകൾക്കുള്ളിലാണ്, സത്രത്തിനുള്ളിലാണ്, ലോഡ്ജിന്. നമ്മൾ പുതിയ കാലത്ത് ലോഡ്ജ് എന്നൊക്കെ പറയുന്ന വാടക ജീവിത ഇടങ്ങളിലാണ് അദ്ദേഹം സ്ത്രീയിലും ലഹരിയിലുമെല്ലാം മുങ്ങി ജീവിതത്തെ അപ്പാടെ നശിപ്പിക്കപ്പെട്ട അവസ്ഥയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഒരിക്കലും സ്വർഗരാത്രികളല്ല, മനോഹരമായ ദൃശ്യങ്ങളല്ല, മനോഹരമായ അനുഭവമല്ല, മറിച്ച് നരകരാത്രികളാണ് എന്ന് അദ്ദേഹത്തിന് തന്നെ നല്ല ബോധ്യമുണ്ട് എന്നുള്ളതാണ് ഇതിൽ കവി വ്യക്തമാക്കുന്നത്. അപ്പോഴും ചില നിമിഷത്തിൽ ഏകാഗിയാം പ്രാണൻ അലയുമാർത്തനായി ഭൂതായനങ്ങളിൽ എന്ന് കവി പിന്നീട് എഴുതുന്നു. ഒറ്റയ്ക്കായിപ്പോയ ഒരാൾ, അദ്ദേഹത്തിൻ്റെ ജീവിതം, ഏകാഗിയായ പ്രാണൻ, പിന്നീട് അയനം, അയനം എന്ന് പറഞ്ഞാൽ നീക്കം, ചലനം എന്നൊക്കെയാണ് മലയാളത്തിൽ അർത്ഥം. ഭൂതായനങ്ങളിൽ, കഴിഞ്ഞ കാലങ്ങളിലേക്ക് ഒറ്റയ്ക്കായി പോയ ഒരു മനുഷ്യൻ്റെ ജീവൻ അങ്ങനെ കഴിഞ്ഞ കാലങ്ങളിലേക്ക്, ഓർമ്മകളിലേക്ക് സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ കവി പിന്നീട് പറയുകയാണ്, ഇരുളിൽ അപ്പോഴുദിക്കുന്നു നിൻമുഖം കരുണമാം ജനനാന്തര സാന്ത്വനം. ഇരുൾ മൂടപ്പെട്ട, ഇരുട്ടിലാക്കപ്പെട്ട തൻ്റെ ജീവിതം കഴിഞ്ഞ കാലത്തെ ഓർമ്മകളിലേക്ക് തിരിച്ചു പോകുമ്പോൾ ആ ഓർമ്മകളിലേക്ക് വെളിച്ചം പകരാൻ, ഇരുട്ടിലേക്ക് വെളിച്ചം പകരാൻ നിൻ്റെ മുഖം അവിടെ ഉദിക്കുന്നുണ്ട്, നിൻ്റെ മുഖം ഓർമ്മയിലേക്ക് വരുന്നുണ്ട് എന്നല്ല കവി പറയുന്നത്, മറിച്ച് ഇരുളിൽ അപ്പോഴുദിക്കുന്നു നിൻ മുഖം എന്നാണ്. ഒരു ഇരുണ്ട പ്രകൃതിയിൽ സൂര്യൻ ഉദിക്കുമ്പോൾ എങ്ങനെ ആ പ്രകൃതിയിൽ വെളിച്ചം പരക്കുന്നു എന്നതുപോലെയാണ് ഇവിടെ പ്രണയനഷ്ടത്താൽ ഇരുട്ടിലാക്കപ്പെട്ട ഒരു ജീവിതത്തിലേക്ക്, ഓർമ്മയിലേക്ക് പ്രണയിതാവിൻ്റെ മുഖം ഉദിക്കുമ്പോൾ വെളിച്ചം വരുന്നത്. എത്രത്തോളം മനോഹരമായൊരു കൽപ്പനയാണെന്ന് നോക്കൂ. ഇരുളിൽ അപ്പോഴുദിക്കുന്നു നിൻ മുഖം കരുണമാം ജനനാന്തര സാന്ത്വനം. ഏറെ കാലം കഴിഞ്ഞും ഒരു സാന്ത്വനമായി മാറാൻ, ഒന്ന് ഒരു തലോടലായി അനുഭവപ്പെടാൻ ആ മുഖം ഓർമ്മകളിലേക്ക് വരുന്നതോടെ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. പ്രണയത്തിൻ്റെ കാലാന്തരീയമായ ശക്തിയെയാണ് ഈ വരികൾ സൂചിപ്പിക്കുന്നത് എന്ന് കാണാൻ വേണ്ടി കഴിയും. പിന്നീട് വീണ്ടും കവി വർത്തമാനത്തിലേക്ക് തിരിച്ചു വരുന്നു. കവി പറയുന്നു, അരുതു ചൊല്ലുവാൻ നന്ദി, കരച്ചിലിന് അഴിമുഖം നമ്മൾ കാണാതിരിക്കുക.
ഈ സന്ദർശക മുറിയിൽ ഒന്നും മിണ്ടാതെ ഇരുന്നതിന് നന്ദി. മിണ്ടിയിരുന്നെങ്കിൽ ഒരു പക്ഷേ കരച്ചിലിൻ്റെ അഴിമുഖം നമ്മൾ കാണാതെ ഇടവരുമായിരുന്നു. അഴിമുഖം പുഴയും കടലും കൂടി ചേരുന്ന സ്ഥലമാണല്ലേ, നമുക്കറിയാം. അപ്പം അങ്ങനെയുള്ള അഴിമുഖത്തിലേക്ക്, കരച്ചിലിൻ്റെ അഴിമുഖത്തിലേക്ക് നമ്മൾ എത്തുമായിരുന്നു. എങ്ങനെയെങ്കിൽ നമ്മൾ എന്തെങ്കിലും മിണ്ടിയിരുന്നെങ്കിൽ നമ്മൾ പൊട്ടിക്കരഞ്ഞു പോകുമായിരുന്നു. പക്ഷേ ഒന്നും മിണ്ടാതിരുന്നത് കൊണ്ട് നമുക്കത് വേണ്ടി വന്നില്ല. അപ്പോൾ മിണ്ടാതിരുന്നതിന് നന്ദി. പരസ്പരം കരച്ചിലിൻ്റെ അഴിമുഖം നമുക്ക് കാണാൻ ഇടവന്നില്ലല്ലോ, അതിന് നന്ദിയുണ്ട് നിന്നോട്. സമയമാകുന്നു പോകുവാൻ, രാത്രി തൻ നിഴലുകൾ നമ്മൾ പണ്ടേ പിരിഞ്ഞവർ എന്ന് കവിത അവസാനിക്കുകയാണ്. നമുക്കിരുവർക്കും പിരിഞ്ഞു പോകാനുള്ള സമയമായിരിക്കുന്നു. നമ്മളിരുവരും പണ്ടേ പിരിഞ്ഞവരാണ്. രാത്രിയുടെ നിഴലാണ്. രാത്രിയിൽ നമുക്കറിയാം നിഴൽ നമ്മുടെ കൂടെ ഉണ്ടാവില്ല. അതേപോലെ ഇനി എൻ്റെ കൂടെ നീയും നിൻ്റെ കൂടെ ഞാനുമില്ല. നമ്മൾ രാത്രിയിലെ നിഴലുകൾ പോലെ പണ്ടേ പിരിഞ്ഞവരാണ്. നമുക്ക് വേർപിരിയാൻ, വീണ്ടും വേർപിരിയാൻ സമയമായിരിക്കുന്നു. പോകുവാൻ സമയമായിരിക്കുന്നു. പോകാം. നോക്കൂ, പ്രണയത്തിൻ്റെ മഹാശക്തിയെയും അത് ഉയർത്തുന്ന വളരെ ശബളിതമായ ഒരു ലോകത്തെയും ഒക്കെ കാണുന്നതോടൊപ്പം തന്നെ പ്രണയം ജീവിതത്തിലുണ്ടാക്കുന്ന വലിയ ഒരു നഷ്ടത്തെയും കൂടി ഈ കവിത മുന്നോട്ട് വെക്കുന്നുണ്ട്. സന്ദർശനം എന്ന ചുള്ളിക്കാടിൻ്റെ ഈ കവിത മൊത്തമായി എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, പ്രണയത്തിൻ്റെ ഭൂതവർത്തമാനങ്ങൾ ഈ കവിതയിൽ ചുള്ളിക്കാട് ആവിഷ്കരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. നോക്കൂ, പ്രണയത്തിൻ്റെ ഭൂതകാലം മനോഹരമായ പ്രണയകൽപ്പനകളാൽ ഈ കവിതയിലുണ്ട്. പൊൻചെമ്പകം പൂത്ത കരൾ, എത്ര മനോഹരമായ കൽപ്പനയാണ്. നമ്മൾ പറഞ്ഞു ജീവിതത്തിൻ്റെ വസന്തകാലമാണ് പ്രണയം. നോക്കൂ, പ്രകൃതിയിലെ വസന്തകാലത്തിലാണ് പൂക്കൾ പുഷ്പിക്കാറുള്ളത്. ഇവിടെ ജീവിതത്തിൻ്റെ വസന്തകാലത്തിലാണ്, പ്രണയത്തിലാണ് കരൾ പുഷ്പിക്കുന്നത്. അപ്പോൾ ജീവിതത്തിൻ്റെ വസന്തമാണ് പ്രണയം എന്നൊക്കെ നമുക്ക് പറയാവുന്ന, അങ്ങനെ ഒരു സൂത്രവാക്യത്തിലേക്ക് എത്താവുന്ന മനോഹരമായ ഭൂതകാലത്തെ പ്രണയകൽപ്പനകൾ ഈ കവിതയിലുണ്ട്. അതോടൊപ്പം വർത്തമാനകാലത്തിൻ്റെ പ്രണയത്തകർച്ചയുടെ കുഴിയിലേക്ക് എടുത്തെറിയപ്പെട്ട ഒരു മനുഷ്യൻ്റെ ജീവിത തകർച്ചയും ഈ കവിതയിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അങ്ങനെ പ്രണയത്തിൻ്റെ രണ്ട് വകഭേദങ്ങൾ, കഴിഞ്ഞ കാലത്തെ മനോഹരമായ പ്രണയ ജീവിതവും പ്രണയത്തകർച്ചയ്ക്ക് ശേഷം ജീവിതമാകെ എടുത്തെറിയപ്പെട്ട ഒരു മനുഷ്യൻ്റെ കഥനകഥയും ഈ കവിതയിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ പ്രണയം ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഉപാധിയാണ് എന്നതോടൊപ്പം തന്നെ പ്രണയനഷ്ടമെന്നത് ജീവിതത്തിൻ്റെ തകർച്ചയുടെ ഒരു തുടക്കമാണ് എന്നുള്ള സൂചന കൂടി ഈ കവിത മുന്നോട്ട് വെക്കുന്നു. ഈ കവിതയിൽ മറ്റൊരു സാധ്യതയുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ വരിയിലും ഓരോ പ്രയോഗത്തിലും അടങ്ങിയിരിക്കുന്ന ഒരുപാട് വ്യാഖ്യാന സാധ്യതകളാണ്. ഇരുളിൽ ഉദിക്കുന്ന മുഖവും സന്ദർശക മുറിയിൽ മൗനം കുടിച്ചിരിക്കുന്നതും തുടങ്ങി ആ കവിതയിലെ ഓരോ വരിയെയും എടുത്താൽ, ഓരോ പ്രയോഗത്തെയും എടുത്താൽ അതിൽ നിന്നെല്ലാം ഒരുപാട് വ്യാഖ്യാന സാധ്യതകൾ നമുക്ക് മുന്നോട്ട് വയ്ക്കാൻ കഴിയുമെന്നതാണ് ഈ കവിതയുടെ മറ്റൊരു പ്രത്യേകത. അപ്പോൾ പ്രണയത്തിൻ്റെ ശക്തിയെയും സാധ്യതയെയും മനോഹരമായി ആവിഷ്കരിച്ചിരിക്കുന്ന ഒരു കവിതയാണ് സന്ദർശനം. എന്നോടൊപ്പം തന്നെ പ്രണയനഷ്ടത്തിൻ്റെ തീവ്രതയെയും അതിൻ്റെ ഭംഗി, ഭാവം ഒട്ടും ചോരാത്ത വിധം ഈ കവിതയിൽ ആവിഷ്കരിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. അപ്പോൾ അത്തരത്തിൽ ഉള്ള നേരത്തെ പറഞ്ഞ പോലുള്ള പ്രണയത്തിൻ്റെ ഭൂത വർത്തമാനങ്ങളെ വ്യത്യസ്തമായ രീതിയിൽ എന്നാൽ തീവ്രമായ ആവിഷ്കരണമായി കവിതയിലുണ്ട്. ആ രീതിയിലാണ് നിങ്ങൾ ഈ കവിതയെ സമീപിക്കേണ്ടത്. അതോടൊപ്പം ഞാൻ സൂചിപ്പിച്ച മറ്റൊരു കാര്യം, ഒരുപാട് വ്യാഖ്യാന സാധ്യതകൾ ഈ കവിതയിലെ ഓരോ പ്രയോഗവും ഓരോ വരിയും നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വ്യത്യസ്തമായ വ്യാഖ്യാന സാധ്യതകളിലേക്ക് പോകുമ്പോഴേ നമുക്ക് ഈ കവിതയുടെ വിശകലനം പൂർണ്ണമാവുകയുള്ളൂ. അപ്പോൾ
മറ്റൊരു ദിവസം മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.